ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണി ടോക്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ആരംഭിക്കാൻ കഴിയുന്ന എന്നാൽ 100% റിസ്ക് ഫ്രീ ആയിട്ടുള്ള ചില ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഏതൊക്കെയാണ് അവയെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് റിസ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ റിസ്ക് മാക്സിമം കുറഞ്ഞിട്ടുള്ള എന്നാൽ നല്ല ലാഭം കിട്ടുന്ന തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യാനാണ് ഭൂരിഭാഗം ആളുകളുടെയും താല്പര്യം. ശരിയല്ലേ? എന്നാൽ എല്ലായ്പ്പോഴും അതിന് നടക്കണമെന്നില്ല. എന്നിരുന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കുറച്ച് റിസ്ക് വളരെ കുറവുള്ള അല്ലെങ്കിൽ 100% റിസ്ക് ഫ്രീ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ചില സംരംഭങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ചില പ്രോഡക്റ്റുകളും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത്, നമ്മൾ ഹോൾസെയിലായിട്ട് ചില മെറ്റീരിയലുകൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ചില പ്രോഡക്റ്റുകൾ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കുക. അവയെ നമ്മൾ പാക്ക് ചെയ്ത് ചെറിയ ചെറിയ പാക്കുകളാക്കി നമ്മൾ വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റുകൾ അതിനു വേണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും? മെയിനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് റിസ്ക് കുറഞ്ഞ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ റിസ്ക് കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണം നമുക്കപ്പോൾ ഇതിൽ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്? സ്പൈസസ് നമുക്ക് ചൂസ് ചെയ്യാം. സ്പൈസസിനകത്ത് ഏതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം? ഏലം, കുരുമുളക്, ജാതിപത്രി, കറുവാപ്പട്ട, കച്ചോലം, ഇവയൊക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കാം. ഹോൾസെയിൽ റേറ്റിലാകുമ്പോഴത്തേന് നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞ് കിട്ടും. അവയെ നമ്മൾ ചെറിയ ചെറിയ പാക്കുകളാക്കിയിട്ട് നമ്മൾ മാർക്കറ്റിൽ അടുത്തുള്ള ഷോപ്പുകളിൽ വിൽക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നല്ല പാക്കുകളിലാക്കിയിട്ട് ഓൺലൈനിൽ നമുക്ക് വിൽക്കാം. ഇതുവഴി നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ലാഭമാണ്. ഇതിൽ റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ റിസ്ക് വളരെ കുറവാണ്. നമുക്ക് ഈ സ്പൈസസൊക്കെ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് റിസ്ക് ഇല്ല. നമ്മളിത് സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പം സെയിൽ നടക്കുന്നില്ല എങ്കിൽ കൂടി നമുക്ക് ഈ പ്രോഡക്റ്റുകൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് നഷ്ടമുണ്ടാകത്തില്ല. അടുത്ത ഒരു ബിസിനസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത ഒരു പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സാണ്. നമ്മൾ ഫ്രൂട്ട്സ് സീസൺ ടൈമിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച് നമുക്കത് വിപണിയിൽ എത്തിക്കാൻ സാധിക്കും. അതുവഴിയാണെങ്കിൽ നമുക്ക് ഹ്യൂജ് എമൗണ്ട് നമുക്ക് ലാഭം കിട്ടും. നമ്മൾ സീസൺ ടൈമിൽ നമ്മൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ബൾക്കായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ഡീഹൈഡ്രേഷൻ ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു ഡ്രയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഡ്രയറൊന്നും വാങ്ങിക്കാനുള്ള ആ ഒരു ഇതില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് വേണ്ട, നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാക്കി വിൽപ്പന നടത്താനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്, നിങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ വാങ്ങിച്ച് അതിനെ നിങ്ങൾ റീസെയിൽ ചെയ്യുക. പാക്കറ്റാക്കിയിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് റീസെയിൽ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് റിസ്ക് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന നല്ലൊരു വരുമാനം നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് കിട്ടും. അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പലവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചക്കയായിക്കോട്ടെ, കപ്പയായിക്കോട്ടെ, അങ്ങനെയുള്ള വസ്തുക്കൾ, ചക്ക, കപ്പ, ഇതൊക്കെ സീസൺ ടൈമിൽ നമ്മുടെ നാട്ടിൽ ചക്കയൊക്കെ ഇഷ്ടം പോലെ നാട്ടിൻ പുറത്തൊക്കെ കിട്ടും. നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടുന്ന് വില കുറച്ച് നമുക്ക് ചക്കയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ മിക്ക വീടുകളിലും കാണും. ഇതൊക്കെ കൂടുതലായിട്ടുള്ള സമയത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അവയെ നമ്മൾ ഉണക്കി വെക്കുക. ഉണക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം ഇരിക്കും, വർഷങ്ങളോളം ഇരിക്കും, 1-2 വർഷമൊക്കെ കേടുകൂടാതിരിക്കും. അപ്പോൾ ഈ ചക്ക അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ ഈ സീസൺ ടൈമിൽ മാക്സിമം നിങ്ങൾ അവയൊക്കെ ഉണക്കിയെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഓഫ് സീസൺ ടൈമിൽ നിങ്ങൾക്ക് ഇത് വിൽക്കാൻ സാധിക്കും. നല്ല റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാം. അടുത്തത് കപ്പയാണ്. കപ്പ നിങ്ങൾക്കറിയാമല്ലോ, കപ്പ പൊടി ഉണ്ടാക്കി വിൽക്കാം. അതുപോലെ തന്നെ ഉണക്ക് കപ്പയായിട്ട് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ ഇതിലൊക്കെ റിസ്ക് വളരെ കുറവാണ്. നമുക്ക് ആകെപ്പാടെ റിസ്ക് എന്ന് പറയുന്നത് ഇത് വാങ്ങിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ ഇത് ഉണക്കുക എന്ന് മാത്രമാണ്. പിന്നുള്ളത് മാർക്കറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റുണ്ട്, ഓൾറെഡി മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ നമ്മൾ ഈ സാധനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ മാക്സിമം ആളുകളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സീസൺ ടൈമിൽ കളക്ട് ചെയ്ത് വെക്കുക. ആ സമയത്ത് നമുക്ക് വിലക്കുറവായിരിക്കും. ആ സമയത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഓഫ് സീസൺ, അത് സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ അത് മാർക്കറ്റിൽ കൂടുതലായിട്ട് എത്തിക്കാൻ ശ്രമിക്കണം. നമുക്ക് കൂടുതൽ ലാഭം നമുക്ക് കിട്ടും. അടുത്ത ഒരു വിപണി എന്ന് പറയുന്നത് ഈ ഫലവർഗത്തിൽ തന്നെ വരുന്ന മാങ്ങ, നെല്ലിക്ക, അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സീസൺ ടൈമിൽ വളരെ വിലക്കുറവാണ്. ആ സമയത്ത് വാങ്ങിച്ച് അത് ഉപ്പിലിട്ടോ അല്ലെങ്കിൽ വിനാഗിരിയിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് സീസൺ അല്ലാത്ത സമയത്ത് അത് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലാക്കി അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലോ എന്തും ആയിക്കോട്ടെ നിങ്ങളതിലാക്കിയിട്ട് നിങ്ങൾ വിപണിയിൽ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ 1 കിലോ 10 രൂപയ്ക്ക് വാങ്ങിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് സീസൺ ടൈമിൽ 1 കിലോ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. കാരണം അത്രത്തോളം സാധ്യതകളാണ് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾക്കുള്ളത്. ഇവയ്ക്കൊന്നും റിസ്ക് എന്ന് പറയുന്നത് ഇല്ല. പിന്നെ ഫുഡ് ഐറ്റംസ് എപ്പോഴും വയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് എടുക്കണം. അത് ഇത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിൽ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. അതിനധികം ഫീസൊന്നുമില്ല. അപ്പം നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ എവിടെയെങ്കിലും പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലൈസൻസ് എടുക്കാവുന്നതാണ്. ഫുഡ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പം ഈ ലൈസൻസും കൂടെ ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കണം. നമ്മൾ നിയമപരമായ വഴികളെല്ലാം നല്ല ക്ലിയറാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഇന്ന് ഈ പറഞ്ഞ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും. അതുപോലെ തന്നെ റിസ്ക് ഫ്രീ ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.